ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെച്ചിട്ടൊരു തോരനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇത് വെച്ചിട്ടൊന്ന് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞെടുത്താലും മതി. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ തേങ്ങാപ്പീരയും കൂടി ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സവോളയുണ്ട്. ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ടും ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചെറു തീയിൽ വെച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അതുപോലെ കറിവേപ്പിലയും ആഡ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് രണ്ടും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ്. ഇടയ്ക്ക് നമുക്ക് തുറന്ന് കൊടുത്ത് ഇളക്കിയിട്ട് കൊടുക്കണം. അല്ല നമ്മൾ അടി പിടിക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. നമുക്കൊന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഒരു ബീട്രൂട്ട് തോരനാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് ഈ ബീട്രൂട്ട് തോരൻ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇതൊരു 3/4 വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് ഇനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറിയ നനവുണ്ട്, അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ആയാലും കഴിക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ ബീട്രൂട്ട് തോരനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.